അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് രൂക്ഷമായിട്ട് വിമർശിക്കാൻ അറിയത്തില്ല. എനിക്കത് ഒത്തിരി ഇഷ്ടവുമല്ല. നമുക്കൊരു പരിമിതിയുണ്ട്, അതിനകത്ത് നിന്നുകൊണ്ട് വിമർശിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ M4Tech ജിയോ മച്ചാനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിക്കാരൻ ഈയിടെ ഒരു ഹെയർ ഓയിൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മൈസൂർ പോയി. ചേച്ചിമാരുടെ മുടി നോക്കി ഇവിടെ, അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോരം നീളത്തിൽ എന്തോരം രസമായിട്ട് നിൽക്കുന്നതെന്ന്. ചേട്ടൻ മലയാളം അറിയാവുന്ന ഒരു ചേട്ടനാണ്, നമുക്ക് ഇതിനെ പറ്റി എല്ലാത്തിനെയും പറ്റി പറഞ്ഞുതരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടത്തൊക്കെ മുടി കണ്ട നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങൾക്ക് ഇതുപോലെ മുടി കണ്ടിട്ടുണ്ടാവുമ്പോ എന്ത് കരുത്താന്ന് നോക്കി. അതുമാത്രമല്ല കേളി ഹെയർ ആയിട്ടുള്ള ചേട്ടനും ഭയങ്കര എന്താ പറയുക നല്ല മൈസൂർ പോയി. അപ്പോൾ ഈ ഹെയർ ഓയിൽ പ്രൊമോട്ട് ചെയ്യാൻ പോയ ആളിന് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല കേട്ടോ. ഇത് സത്യമാണോന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവർ കുറേ പുള്ളിക്കാരനെ കുറേ പച്ചമരുന്നുകളും, അതായത് പച്ചമരുന്ന് എന്തൊക്കെയാണെന്നറിയാമോ, വനമാണെന്നൊക്കെ പറഞ്ഞ് വനത്തിൽ നിന്ന് പറിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത് ചേട്ടാ നമ്മളിത് കാട്ടിലേക്ക് പോകണം. അതേ കാട്ടിലേക്ക് പോണതാണ്, പച്ചമരുന്നെല്ലാം കാണാം. അടിപൊളി. മഴയത്തും പോയി പറിക്കാറുണ്ട്. അപ്പോ അകത്ത് 2-3 ആൾക്കാരുണ്ട്, ഓൾറെഡി അവർ പറിക്കുന്നുണ്ട്. ഇവിടെ 1-2 ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പച്ചമരുന്നുകൾ കാട്ടിന്ന് പറിക്കാനായിട്ട് വന്നേക്കാണ്. നോക്കി ഇവിടെ മൊത്തം എന്താ പറയാ കാട് തന്നെയാണ്. ചേട്ടാ എന്തായി ഇപ്പൊ സാർ നമുക്ക് മരം പറിക്കാൻ ഓൾറെഡി 2-3 ആൾ അകത്തുണ്ട്. 1-2 ഇവിടെ കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, എന്തായാലും ചേട്ടൻ തപ്പി എടുക്കട്ടെ കേട്ടോ, നമുക്ക് നോക്കാം. അപ്പൊ അതെ, ഇവിടെ ഒന്നും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. എവിടെ കട പൊട്ടി പോയില്ലേ? അത് പൊട്ടി. അപ്പൊ ഇനി ഒന്നും നടാൻ പറ്റില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഇനി പറിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് പറിക്കും? അത് ഇതുപോലെ കിട്ടണം. മഴ പോയില്ലേ? നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പോലെ തന്നെ കറ്റാർവാഴ അതിലെ സെയിം ഉണ്ടാവും, പക്ഷേ ഇത് കടനാണ്. കടനുണ്ട്. ഓ, വ്യത്യാസമുണ്ട്. നോക്കട്ടെ, മണം കാര്യങ്ങളൊക്കെ സെയിം തന്നെ, പക്ഷെ എനിക്ക് തോന്നുന്നു വലിപ്പത്തിൽ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി, നമ്മുടെ കറ്റാർവാഴയാണ്. കറ്റാർവാഴയൊക്കെ ഇങ്ങനെ കാട്ടിലുണ്ടാവുന്ന എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നോക്കി, നല്ല അടിപൊളി ഇതിന്റെ ചെടിയാണ് മൈലാഞ്ചി. ഇത് എടുക്കും, ഇത് എടുത്ത് ഇതിനെ ഉണക്കിയെടുക്കും. എന്തുവാ, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന തെറ്റിപ്പൂവ്, അതുപോലെ തന്നെ കയ്യോന്നി, ഇഴർനെല്ലി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ കാട്ടിലെ അല്ലല്ലോ, നമ്മുടെ നാട്ടിലും കിട്ടുന്ന സാധനമാണല്ലോ. അപ്പം വെളിച്ചെണ്ണയുടെ കാര്യം ഒരു പറയുന്നുണ്ട്. ഈ കാട്ടിലെവിടുന്ന ആദിവാസികൾക്ക് വെളിച്ചെണ്ണ കിട്ടാൻ അവിടെ തെങ്ങുണ്ടോ? അപ്പം ഇതൊന്നുമില്ല. അപ്പം ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഈ ബിസിനസ്സിന് വേണ്ടി നടത്തുന്ന ഒരു സംഭവമാണ്. ആദിവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏതാണ്ട് ഒറ്റമൂലികൾ അറിയാം, നല്ല നല്ല മരുന്നുകൾ അറിയാം എന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കൊന്നും തോന്നുന്നില്ല, അതൊന്നും അത്ര നല്ലതാണെന്നൊന്നും തോന്നുന്നില്ല. ഹെയർ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആദിവാസികൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഏതാണ്ട് വലിയൊരു കാര്യം പോലെ. അപ്പോൾ നല്ലൊരു വിശിഷ്ടമായിട്ട് അത് 4 പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തി അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ എണ്ണ വാങ്ങിക്കാൻ ആൾക്കാർ കാണും. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടാകാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ട് വരുന്നത്, ഇവർ കാണിച്ചിരിക്കുന്ന ഇലകളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇലകളെല്ലാം ചേർത്ത്, അതൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കും അതുപോലെയുള്ള ഓയിൽ നമുക്ക് എന്താ ഉണ്ടാക്കിക്കൂടെ, നമ്മളും ഉണ്ടാക്കുന്നതാണ് ആ എണ്ണയൊക്കെ. പ്രത്യേകിച്ച് വിശേഷപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ ജിയോ മച്ചാനെ പോലെയുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള കാര്യത്തിന് പ്രൊമോട്ട് ചെയ്യാൻ പോയാൽ ആ സാധനം നല്ലതാണോ, ഗുണനിലവാരം ഉള്ളതാണോ എന്ന് ഉപയോഗിച്ച് നോക്കി അതിൻ്റെ അറിയാതെ പോയി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി പോയി എന്നുള്ളത് കൊണ്ടാണ് ആ ആളിൻ്റെ പേര് ഇത്രമേൽ ഇപ്പോൾ ചർച്ചയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ പേര് ഇപ്പോൾ എയറിലാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു, ഈ ഒരു കാര്യത്തിന് വേണ്ടി പോകേണ്ട ആവശ്യമില്ലാതെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഇത്രയും നാളും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരാൾ ഇപ്പോൾ കണ്ടില്ല, നിസ്സാരം ഒരു ഹെയർ ഓയിലിൻ്റെ പ്രൊമോഷന് വേണ്ടി പോയപ്പോൾ ആ കക്ഷിക്കില്ലാത്ത കുറ്റമില്ല അല്ലേ? അതെല്ലാവരും നമ്മളെപ്പോലെ എല്ലാവരും പറയും. അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും. അപ്പം നോക്കിയും കണ്ടും നിന്നാൽ എല്ലാവർക്കും കൊള്ളാം. അപ്പോൾ ബൈ.